മല്ലപ്പള്ളി തിരുമാളുടെ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 4-ന് തുടങ്ങി 15-ന് സമാപിക്കും. പ്രസിദ്ധമായ കാവടിയാട്ടം 15-നാണ്. പ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാളുടെ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി തിരുത്സവത്തിനാണ് ഫെബ്രുവരി 4-ന് തുടക്കമാവുന്നത്. 13-നാണ് അങ്കുരാതി ഉത്സവം നടക്കുന്നത്. 14, 15 തീയതികളിൽ ശിവരാത്രി ഉത്സവം ഒരു ചരിത്ര സംഭവമായി മാറുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുരാതന കാലം മുതൽ തന്നെ മത മൈത്രിക്ക് മല്ലപ്പള്ളി പേര് കേട്ടുവെങ്കിൽ അതിന് കാരണമായതും തിരുമാളുടെ മഹാദേവ ക്ഷേത്ര സങ്കേതമാണെന്ന് തീർത്തും പറയാൻ കഴിയും. കാരണം മാരി എന്ന പുലയ സ്ത്രീയാണ് ദേവചൈതന്യം കണ്ടെത്തിയത്. അന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാനോ വഴി നടക്കുവാൻ പോലും പറ്റാത്ത കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുമാലി എന്ന പുലയ സ്ത്രീ കണ്ടെത്തിയ ദേവചൈതന്യമാണ് മല്ലപ്പള്ളി തിരുമാലിന്റെ കൂടെ ഉള്ളത്. ആ ദേവിക്ക് ക്ഷേത്രം മതക്കെട്ടിനകത്ത് ക്ഷേത്രം പണിത് ഇന്നും നിത്യപൂജ നടന്നു വരുന്നു. അത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തിരുവുത്സവത്തെ സംബന്ധിച്ചിടത്തോളം തൃക്കൊടിയേറ്റ് ഫെബ്രുവരി 4-ാം തീയതിയാണ്. തന്ത്രിമുഖ്യന്റെയും മേൽശാന്തിയുടെയും ഒക്കെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആ ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുന്ന ദേവചൈതന്യത്തെ കുടിക്കൂറയിലേക്ക് ആവാഹിച്ച് കുടിമരത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ഈ നാട്ടിൽ മുഴുവൻ ദേവചൈതന്യം പടരും എന്നുള്ള ആ സങ്കല്പവും വിശ്വാസവുമാണ് തിരുവുത്സവത്തിൽ ഈ ചടങ്ങിൽ നിലനിൽക്കുന്നത്. പള്ളിവേട്ട 12-ാം തീയതിയും ആറാട്ട് 13-ാം തീയതിയും 14 കാവടി വിളക്കും 15 മഹാശിവരാത്രിയും. പുരാതന കാലത്ത് 2 ദിവസം മാത്രമായിട്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നിരുന്നത്. ഈസ്റ്റും വെസ്റ്റും 2 കരക്കാരുടെ വകയായിട്ടുള്ള ഉത്സവമായിരുന്നു. ഇടപ്പള്ളി സ്വരൂപത്തിൽ നിന്നും ഹൈന്ദവ സേവാ സംഘം എന്ന സംഘടന രൂപീകരിച്ച് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തപ്പോൾ മല്ലപ്പള്ളിയിലെ 7 കരക്കാരെ ആ പ്രവർത്തന പരിധിപ്പെടുത്തിക്കൊണ്ട് 7 ദിവസത്തെ ഉത്സവമായിട്ട് നടന്നു വന്നു. പിന്നീട് ധ്വജപ്രതിഷ്ഠയോടുകൂടിയാണ് 10 ദിവസത്തെ തിരുവുത്സവവും പൂർവാചാര പ്രകാരമുള്ള ശിവരാത്രി ആഘോഷം 11-ഉം 12-ഉമായിട്ട് ആഘോഷിച്ചു വരുന്നത്. ദേശവിദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് ജനസഹസ്രങ്ങളിൽ എത്തിച്ചേരുന്നത് കൊണ്ടാണ് മല്ലപ്പള്ളിയുടെ ദേശീയോത്സവമായിട്ട് മല്ലപ്പള്ളി ശിവരാത്രിയെ കാണുന്നത്. തുടർന്ന് 7 മണിക്ക് കലാസന്ധ്യയുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ജയൻ ചേർത്തല നിർവഹിക്കും. 7:30-ന് അഡ്വക്കേറ്റ് അശ്വതി ജയ നായർ, സൗവർണിക പ്രസാദ്, നന്ദന NP എന്നിവർ നയിക്കുന്ന നൃത്തങ്ങൾ നടക്കും. ഫെബ്രുവരി 5-ന് കഥകളി നടക്കും. 6-ന് വൈകിട്ട് 7 മണിക്ക് നാമഘോഷ ലഹരി നടക്കും. 9-ന് മ്യൂസിക് നെറ്റ് വിത്ത് ചെണ്ട നടക്കും. 7-ന് 10:30-ന് ഉത്സവ ബലിയും 12-ന് ഉത്സവ ബലി ദർശനവും നടക്കും. വൈകിട്ട് 7-ന് ഫ്യൂഷൻ തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഉണ്ടാവും. 8-ന് വർണ്ണം 2026 ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടാവും. 8-ന് രാവിലെ 11-ന് ഉച്ച ശീവേലി, വൈകിട്ട് 8-ന് മീനടം ബാബു അവതരിപ്പിക്കുന്ന മൈഥിലി വസുന്ധരയുടെ മുകൾ എന്ന ഹരികഥയും തുടർന്ന് മതപാഠശാല കുട്ടികളുടെ കലാപരിപാടികളും നടക്കും. 9-ന് രാവിലെ 10:30-ന് ഹരിനാമ കീർത്തനവും ഉത്സവ ബലിയും ഉത്സവ ബലി ദർശനവും നടക്കും. വൈകിട്ട് 7-ന് തിരുവാതിരയും 7:30 മുതൽ ദേവസംഗീതവും 10-ന് രാവിലെ 10:30-ന് ഹരികൃഷ്ണൻ വായ്പൂരിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണം, 10:30-ന് ഉത്സവ ബലി ദർശനം, വൈകിട്ട് 8:30-ന് ഗാനമേളയും 11-ന് രാവിലെ 10:30-ന് PV പ്രസാദ് നയിക്കുന്ന പ്രഭാഷണം, ഉത്സവ ബലി ദർശനം, വൈകിട്ട് 7-ന് സംഗീത സദസ്, 9-ന് ചലച്ചിത്ര താരം ശാലു മേനോൻ സംവിധാനം ചെയ്യുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ നടക്കും. 12-ന് രാവിലെ 8:30-ന് കാഴ്ച ശീവേലി സേവ, പറ വഴിപാട്, വൈകിട്ട് 9-ന് നാടകം, രാത്രി 12-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, 12:30-ന് പള്ളി നായാട്ടുവിളി, 2-ന് പള്ളിക്കുറുപ്പ് എന്നിവയും 13-ന് 7:30-ന് അലങ്കാര പൂജ, 10:30 മുതൽ സംഗീത സദസ്, ഉച്ചയ്ക്ക് 12-ന് ആറാട്ടു സദ്യ, ആറാട്ട് ബലി കൊടിയിറക്ക്, ആറാട്ട് എഴുന്നള്ളിപ്പ്, തിരു ആറാട്ടുകടവിൽ ദീപക്കാഴ്ച, മല്ലപ്പള്ളി ടൗണിൽ മയൂര നൃത്തം, ആറാട്ട് വരവ് എന്നിവയും മല്ലപ്പള്ളി ടൗണിൽ ദീപക്കാഴ്ച എന്നിവയും 14-ന് 7-ന് നാദസ്വര കച്ചേരി, 7:30-ന് മയൂര നൃത്തം, 8-ന് കാവടി വിളക്ക് പുറപ്പാട്, 8:30-ന് കാവടി വിളക്ക്, 10:30-ന് കാവടി വിളക്ക് എതിരേൽപ്പ് എന്നിവയും 15-ന് രാവിലെ 8-ന് കാവടി പുറപ്പാട്, 9-ന് ഓട്ടംതുള്ളൽ, 12-ന് കാവടി വരവ്, 1-ന് കാവടി അഭിഷേകം, വൈകിട്ട് 4-ന് വേലകളി എതിരേൽപ്പ്, 8:30-ന് പുഷ്പാഭിഷേകം, 9:30-ന് ഗാനമേള, 12-ന് വിളക്കെഴുന്നള്ളിപ്പ്,
1:30 മുതൽ കുമാരി ശരണ്യ ഷൺമുഖാനന്ദൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. 2:30 നൃത്തനാടകം, പുലർച്ചെ 5 ആറാട്ട് കലശം, ശ്രീഭൂത ബലി എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ചെയർമാൻ എസ് മനോജ്, കൺവീനർ PDS നായർ, രക്ഷാധികാരി ചന്ദ്രശേഖരൻ നായർ തലപ്പള്ളി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർമാരായ ജയൻ ഞാലിമുറി, സുഭാഷ് ചെങ്കലിൽ, പബ്ലിസിറ്റി കൺവീനർ പ്രജിത് P നായർ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ മടത്തുംകുന്നേൽ എന്നിവരും പങ്കെടുത്തു.